നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. 30 അംഗ ഭരണസമിതി 5 അംഗങ്ങൾ വീതമുള്ള 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് ജനുവരി 14-ന്. മൂവാറ്റുപുഴ പൊതുശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധം. കൌൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് നഗരസഭാ കൌൺസിലർമാർ. സ്വതന്ത്ര കൌൺസിലർ KS ജയകൃഷ്ണൻ നായരും NDA കൌൺസിലർ മനോജ് ജിയും ചേർന്നാണ് പ്രതിഷേധിച്ചത്. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമരം നടത്തി. ശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച കൌൺസിലർമാർ നടത്തുന്ന സമരം പ്രഹസനം. ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. ദിവസങ്ങൾക്കുള്ളിൽ തുറന്ന് പ്രവർത്തിപ്പിക്കും. 2,10,00,000 രൂപയുടെ പുതിയ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്നും ജോയ്സ് മേരി ആന്റണി. ശബരിമലയിലെ ഡ്യൂട്ടിക്കിടെ ഹൃദയാഘാതം. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മരിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജയൻ KK ആണ് മരിച്ചത്. മൂവാറ്റുപുഴയിൽ പൊതുദർശനം നടത്തി. അന്തിമോപചാരം അർപ്പിച്ച സഹപ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും. ചെറുപുഷ്പ മിഷൻ ലീഗ് സീനിയേഴ്സ് നേതൃസംഗമം മൂവാറ്റുപുഴയിൽ നടന്നു. നിർമ്മല കോളേജിലാണ് സംഗമം നടന്നത്. വിവിധ പുരസ്കാരം നേടിയവരെ സംഗമത്തിൽ ആദരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു. 1ാം സ്ഥാനം കരസ്ഥമാക്കി കാരക്കുന്നം ഫാത്തിമ മദ LP സ്കൂളിലെ രാജി AG സംസ്ഥാനതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. രാജി AGക്ക് സ്കൂളിൽ ആദരം. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. 30 അംഗ ഭരണസമിതിയിലെ 5 അംഗങ്ങൾ വീതമുള്ള 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മൂവാറ്റുപുഴ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. 30 അംഗ ഭരണസമിതിയിലെ 5 അംഗങ്ങൾ വീതമുള്ള 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളെയാണ് ഇന്ന് തെരഞ്ഞെടുത്തത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, ഷിത റാണി തോമസ്, മുഹമ്മദ് ചെറുകപ്പിള്ളി, KK സുബൈർ, കിഷോർ NM. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി അസം ബീഗം, മനു പോൾ, മജീദ് MH, സജി TA, സജീവ് മത്തായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ജാസ്മിൻ ഉമ്മർ, CM ഷുക്കൂർ, S മജീദ്, അമ്പിളി ബിജു, രാജശ്രീ രാജു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി രജിത P, ബിസ്മി സാബിത്ത്, ഷേർലി പൌലോസ്, ജയ സുഗു, മനോജ് G. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഷഫീന TE, ജെയ്സൺ തോട്ടത്തിൽ, ജിനു ആന്റണി, റബിൻ സലിയാർ, ജയകൃഷ്ണൻ നായർ. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഷഹന മാഹിൻ, നൌഫിയ മൊയ്തീൻ, ദീപ്തി വിപിൻ, രജനി ടീച്ചർ എന്നിവരെയും തെരഞ്ഞെടുത്തു. UDFന് ഭൂരിപക്ഷമുള്ള നഗരസഭയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മാത്രമാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് നടന്നത്. UDFലെ 4 അംഗങ്ങൾക്ക് പുറമെ CPMലെ 2 പേർ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പേര് നൽകിയതിനാലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കിഷോർ NM, റബിൻ സിലിയാർ എന്നിവരാണ് പേര് നൽകിയത്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര കൌൺസിലർ KK സുബൈർ 9 വോട്ടും, മുഹമ്മദ് ചെറുകപ്പിള്ളി 11 വോട്ടും, കിഷോർ NM 5 വോട്ടും, റബിൻ സിലിയാർ 2 വോട്ടും നേടി. കിഷോർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മൊത്തം 5 കാൻഡിഡേറ്റ്സ് മത്സരിച്ചിരുന്നു. അതിൽ KK സുബൈറിന് 9 ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് ചെറുകപ്പള്ളി 11 ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ നേടി. റബിൻ അലിയാർ 2 ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ നേടി. കിഷോറിന് 6-ൽ 5 വോട്ടാണ് കേട്ടോ. സോറി, ഇവിടെ ടാലി ഏരിയയിൽ എന്തോ മിസ്റ്റേക്ക് വന്നാണ്. പക്ഷെ എന്നിരുന്നാലും സ്ഥാനത്തിന് മാറ്റില്ല. ഈ 3 പേരെയാണ് ഇതിൽ സെലക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ധനകാര്യം കംപ്ലീറ്റായി. വൈസ് ചെയർപേഴ്സണാണ് അതിൻ്റെ ഓരോ മെമ്പർ. 1 വനിത നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു. മറ്റൊന്ന് KK സുബൈർ, മറ്റൊന്ന് മുഹമ്മദ് ചെറുകപ്പള്ളി, കിഷോർ എന്ന ഇത്രയും പേരാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്. ജനുവരി 14-ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കും. 30 അംഗ ഭരണസമിതിയിൽ UDF 19, LDF 7, BJP 1, 3 സ്വതന്ത്രർ എന്നിങ്ങനെയാണ് കക്ഷിനില. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൌൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് നഗരസഭാ കൌൺസിലർമാർ. സ്വതന്ത്ര കൌൺസിലർ KS ജയകൃഷ്ണൻ നായരും NDA കൌൺസിലർ മനോജ് ജിയും ചേർന്നാണ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമരം ആരംഭിച്ചത്. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൌൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് നഗരസഭാ കൌൺസിലർമാർ. 22-ാം വാർഡിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര കൌൺസിലർ KS ജയകൃഷ്ണൻ നായരും 4-ാം വാർഡിൽ നിന്നും വിജയിച്ച NDA കൌൺസിലർ മനോജ് ജിയും ചേർന്നാണ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമരം ആരംഭിച്ചത്. പൊതുശ്മശാനം അടിയന്തരമായി തുറന്നു നൽകുക, ശ്മശാനവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ഫ്ലെക്സ് ബോർഡുകളുമായാണ് നഗരസഭാ കൌൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് ഇരുവരും സമരം ആരംഭിച്ചിരിക്കുന്നത്.
വലിയ അഴിമതിയാണ് ശ്മശാനത്തിൽ നടന്നിരിക്കുന്നതെന്നും എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഗ്യാസ് ക്രമറ്റോറിയം നാശത്തിന്റെ വക്കിലെത്തിയതിനുള്ള ഉത്തരവാദി കഴിഞ്ഞ നഗരസഭാ കൗൺസിലാണെന്നും കൗൺസിലർ ജയകൃഷ്ണൻ നായർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നഗരസഭയുടെ പൊതുശ്മശാനം സന്ദർശിക്കുകയും അവിടുത്തെ നിർമ്മാണത്തിലുള്ള വളരെ വലിയ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഫണ്ട് ദുർവിനിയോഗം നടത്തിയേക്കുവാണ്. അപ്പം അതിനെതിരെ ഒരു സൂചനാ സമരം എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ ഞങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച്, കാരണം ജനങ്ങൾക്ക് അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടി ആയതുകൊണ്ടാണ് കൗൺസിൽ ബഹിഷ്കരിച്ച് ഇന്ന് ഞങ്ങൾ ഈ സമരത്തിനിവിടെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാരണം അത് എത്രയും വേഗം തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ജനങ്ങൾ അതേമാതിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഇവിടുത്തെ കുറച്ച് കോൺട്രാക്ടേഴ്സും കുറച്ച് ജീവനക്കാരും അതൊരു കറവപ്പശുവായിട്ട് മാറ്റിയേക്കുക. വലിയ പാല് കിട്ടുന്ന ജേഴ്സി പശു പോലെയാണ് ഇന്ന് മൂവാറ്റുപുഴയുടെ പൊതുശ്മശാനം കൊണ്ടു നടക്കുന്നത്. നമ്മൾ അത്രയ്ക്ക് പവിത്രമായിട്ടാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോഡി മറവ് ചെയ്യാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നതിനോ വേണ്ടി അവിടെ കൊണ്ടു ചെല്ലുന്നത്. അത് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇനി അങ്ങോട്ട് കൊണ്ടു ചെല്ലില്ലാത്ത അവസ്ഥയിലേക്ക് ആ പൊതുശ്മശാനം മാറ്റി. എറണാകുളം ജില്ലയിലെ തന്നെ ആദ്യത്തെ ഗ്യാസ് ക്രിമറ്റോറിയമാണ്. അതിന് ഇത്രയും വലിയ നാശത്തിലേക്ക് വരുത്തിയതിൻ്റെ ഏക ഉത്തരവാദിത്തം കഴിഞ്ഞ കൗൺസിലിനാണ്. അതുവരെയുള്ള കൗൺസിൽ അതിൽ ഒരു പ്രത്യേകമായത് കമ്പനിയായിട്ട് പ്രത്യേകം ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെൻ്റ് ഒന്നും പുതുക്കാതെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റ് സന്നദ്ധ സംഘടനകളും സമുദായ സംഘടനകളുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് സമരവുമായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ ബോധിപ്പിക്കാനുള്ളത്. നഗരസഭാ ശ്മശാനം അടച്ചിട്ടിരിക്കുന്നത് ജനദ്രോഹപരമായ നടപടിയാണെന്നും വലിയ അഴിമതി നടന്നിട്ടുള്ളതായി BJP സംശയിക്കുന്നതായും കൗൺസിലർ മനോജ് ജി പറഞ്ഞു. പ്രധാനമായിട്ടും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലയളവിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടുവന്നത്. എന്നിട്ടും ഇതെന്തുകൊണ്ട് ഈ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി ഇത്ര രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയാത്തത് എന്ന് പൊതുസമൂഹം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ ഭരണ നേതൃത്വം തയ്യാറാവേണ്ടതാണ്. ഇതിൽ നല്ല രീതിയിലുള്ള ഒരു അഴിമതി ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിന് BJPയുടെ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒരു മുന്നോടി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിപ്പോൾ കൗൺസിലേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ധർണ നടത്തുന്നത്. ചൊവ്വാഴ്ച ഉച്ചവരെയാണ് കൗൺസിലർമാർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ധർണയിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കൗൺസിലർമാർ നടത്തുന്ന സമരം പ്രഹസനമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. കഴിഞ്ഞ ഭരണസമിതി ശ്മശാനത്തിൽ 2 കോടി 10 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ജോയ്സ് മേരി ആന്റണി. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കൗൺസിലർമാർ നടത്തുന്ന സമരം പ്രഹസനമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പെയിന്റിംഗ്, ക്രിമേഷൻ ബെഡ് മാറ്റിസ്ഥാപിക്കൽ, മോട്ടോർ അലൈൻമെന്റ് പ്രശ്നം പരിഹരിക്കൽ ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾക്കായി ശ്മശാനം അടച്ചിട്ടത്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശ്മശാനം തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നും ഇത് അറിഞ്ഞുവെച്ചിട്ടും നഗരസഭാ കൗൺസിലർമാർ നടത്തുന്ന സമരം പ്രഹസനമാണെന്നും ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഈ ഇലക്ഷന് ശേഷം, ഇത്തവണത്തെ ഇലക്ഷന് ശേഷം ഏകദേശം 2-3 ദിവസം കൂടെ പ്രവർത്തിച്ചതിന് ശേഷമാണ് ചെറിയ റെക്ടിഫിക്കേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ക്രിമിറ്റോറിയം അടച്ചിട്ടതും. അതിൻ്റെ റെക്ടിഫിക്കേഷൻ വർക്കുകൾ നിലവിൽ നടക്കുകയാണ്. പെയിന്റിംഗ് ഉൾപ്പെടെ ക്രിമേഷൻ ബെഡിനാണ് കംപ്ലൈൻറ്റ് വന്നേക്കുന്നത്. ആ ബെഡ് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ പണികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൂടാതെ അവിടെ ഒരു മോട്ടറിൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുക തന്നെയാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഹസനം തന്നെയായിട്ടാണ് ഈ ഒരു സമരത്തെ നോക്കിക്കാണുന്നത്. 2007 ആരംഭിച്ച മൂവാറ്റുപുഴ നഗരസഭാ പൊതുശ്മശാനത്തിൽ കഴിഞ്ഞ ഭരണസമിതി ദീർഘവീക്ഷണത്തോടെ 2 കോടി 10 ലക്ഷം രൂപയുടെ പുതിയ പദ്ധതി കൊണ്ടുവന്നിരുന്നെന്നും ടെൻഡർ നടപടികൾ നടന്നു വരികയാണെന്നും ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. 2007 ഈ ക്രിമിറ്റോറിയം ആരംഭിക്കുന്നത്. അതിനുശേഷം ഇവിടെ മാറി മാറി ഭരണസമിതി വന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം അവിടെ ഒരു കൃത്യമായ റെക്ടിഫിക്കേഷൻ വർക്കുകൾ അവിടെ നടക്കാത്തത് കൊണ്ടാണ് ഈ ക്രിമേഷൻ ബെഡ് ഉൾപ്പെടെ ഇത്രയും തകരാറിലായിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണത്തെ ഭരണസമിതി, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വന്ന ഭരണസമിതിയാണ് ഇതിനൊരു ദീർഘവീക്ഷണത്തോടു കൂടി പുതിയൊരു പദ്ധതി ക്രിമിറ്റോറിയത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അത് 2 കോടി 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അത് ടെക്നിക്കൽ സാങ്ഷൻ ആയി ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അത് കഴിഞ്ഞ കൗൺസിൽ കൊണ്ടുവന്നതാണ്. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൗൺസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് 2007 ശേഷം ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് തന്നെ നമ്മുടെ ഒരു ഭരണസമിതി തന്നെയാണ്. അപ്പം ഇതിൽ ഇത് വിശദമായിട്ടൊരു DPRോട് കൂടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ ബിൽഡിംഗ് ഉൾപ്പെടെ അതിന്റെ എല്ലാ സംവിധാനത്തോടും കൂടി, ആധുനിക സംവിധാനത്തോടും കൂടി പുതിയ 2 ബർണറുകൾ ഉൾപ്പെടെ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണ് കൊണ്ടുവരിക. അത് ഈ ഒരു ഭരണസമിതി അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടെയും 2 ബർണർ ഉൾപ്പെടെയുള്ള പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നും ഈ ഭരണസമിതി പദ്ധതി പൂർത്തീകരിക്കുമെന്നും ജോയ്സ് മേരി ആന്റണി കൂട്ടിച്ചേർത്തു. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര കൗൺസിലർ KS ജയകൃഷ്ണൻ നായരും NDA കൗൺസിലർ മനോജ് ജിയും ചേർന്നാണ് നഗരസഭാ കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് കാര്യാലയത്തിന് മുന്നിൽ സമരം നടത്തിയത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ശബരിമലയിലെ ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ട മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം മൂവാറ്റുപുഴയിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജയൻ KK ആണ് മരിച്ചത്. ശബരിമലയിലെ ഡ്യൂട്ടിക്കിടെയുണ്ടായ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഇഞ്ചത്തൊട്ടി സ്വദേശി കണ്ണാമ്പറമ്പിൽ ജയൻ KKയുടെ മൃതദേഹം മൂവാറ്റുപുഴയിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ ജയൻ KK ശബരിമല ഡ്യൂട്ടിക്കിടയിൽ പമ്പയിൽ വെച്ച് ചൊവ്വാഴ്ച പുലർച്ചെ 12ഓടെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പൊതുദർശനത്തിനായി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. മാത്യു കുഴൽനാടൻ MLA, CPM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ജയൻ KKയ്ക്ക് അന്തിമോപചാരമർപ്പിച്ചു. തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജയന് ഗാർഡ് ഓഫ് ഓണർ നൽകി. Order on! Break off! 20 വർഷമായി സർവീസിലുള്ള ജയൻ KK 3 വർഷമായി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ്. മൂവാറ്റുപുഴയിലെ പൊതുദർശനത്തിന് ശേഷം ജയന്റെ മൃതദേഹം കോതമംഗലം പോലീസ് സ്റ്റേഷനിലും പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. ചെറുപുഷ്പ മിഷൻ ലീഗ് സീനിയേഴ്സ് നേതൃസംഗമം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടത്തപ്പെട്ടു. വിവിധ പുരസ്കാര ജേതാക്കളെ സംഗമത്തിൽ ആദരിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗ് സീനിയേഴ്സ് നേതൃസംഗമം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നു. മിഷൻ ലീഗ് സ്ഥാപക നേതാവായ PC അബ്രഹാം പല്ലാട്ടുകുന്നിൽ പുരസ്കാരം നേടിയ മുത്തച്ഛൻ പൊരയ്ക്കലിനെയും ഭക്തിഗാന രചയിതാവും ധ്യാന ചിന്തകനുമായ ബേബി ജോൺ കല്യാന്താനിയെയും സംഗമത്തിൽ ആദരിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടനയായ മിഷൻ ലീഗ് എന്ന ഭക്തസംഘടന വളർന്നതിന്റെ പിന്നിൽ പ്രേക്ഷിത തീജ്വാലയിൽ പ്രവർത്തിച്ച അനേകായിരങ്ങളുടെ കഠിനാധ്വാനവും ആത്മസമർപ്പണവുമാണെന്ന് ജോസഫ് മൂലശ്ശേരി ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. കോതമംഗലം രൂപതയിൽ നിന്ന് ബിഷപ്പുമാരും നൂറുകണക്കിന് വൈദികരും സിസ്റ്റേഴ്സും ദൈവവിളി സ്വീകരിച്ചത് മിഷൻ ലീഗ് എന്ന സംഘടനയുടെ ചൈതന്യത്തിലാണെന്ന് മാത്യൂസ് കളപ്പുര മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. രൂപതയിലെ മിഷൻ ലീഗിന്റെ മുൻകാല ഭാരവാഹികളും സീനിയേഴ്സുമായ മാത്യു അയ്യങ്കോലിൽ, ജോർജ് കേളകം, ബാബു മങ്കുത്തേൽ, റിഡ്സൺ ജോസ്, ഷിബി ജോസഫ്, ജാൻസി ജോയി, സിസ്റ്റർ മോണിക്ക പയ്യപ്പിള്ളി, ബെന്നി മോളത്ത്, ജെയിംസ് കോറമ്പേൽ, ഷിനോ മോളത്ത്, ജോയി പടയാട്ടിൽ, സെർബി അഗസ്റ്റിൻ, സണ്ണി മോളത്ത്, ജോൺസൺ കൊച്ചുപുര, ജോർജ് എരമംഗലത്ത്, ജോസഫ് ആടുകുഴിയിൽ, ആൽബർട്ട് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാ സീനിയേഴ്സിനെയും പങ്കെടുപ്പിച്ച് വർഷത്തിലൊരിക്കൽ നേതൃസംഗമം നടത്തുവാൻ യോഗത്തിൽ നടപടിയെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു. 1ാം സ്ഥാനം കരസ്ഥമാക്കി കാരക്കുന്നം ഫാത്തിമ മാത LP സ്കൂളിലെ രാജി AG. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സ്കൂൾ പാചക തൊഴിലാളികൾക്കായുള്ള എറണാകുളം റവന്യൂ ജില്ലാതല പാചക മത്സരത്തിൽ കാരക്കുന്നം ഫാത്തിമ മാത LP സ്കൂളിലെ രാജി AG 1ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാനതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ പാചക തൊഴിലാളികൾക്കായുള്ള എറണാകുളം റവന്യൂ ജില്ലാതല പാചക മത്സരം സ്വാദ്യം 2025-26 കാക്കനാട് അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. 14 ഉപജില്ലകളിൽ നിന്നായി 1ാം സ്ഥാനം കരസ്ഥമാക്കിയവർ പങ്കെടുത്ത മത്സരത്തിൽ കാരക്കുന്നം ഫാത്തിമ മാത LP സ്കൂളിലെ രാജി AG 1ാം സ്ഥാനം കരസ്ഥമാക്കി.
സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളംകുന്നിൽ രാജി AG ആദരിച്ചു. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. ഏവർക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ. ആയവന കിഴക്കേടത്ത് ജോർജ് KP 80 നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 1:30 ആയവന തിരുഹൃദയപ്പള്ളിയിൽ നടത്തപ്പെടും. ഭാര്യ ക്ലാരമ്മ തുരുത്തിൽ, മക്കൾ ദീപ, തോമസ്, അനിത, ഏഞ്ചൽ മേരി. മരുമക്കൾ ജോബി പിടിക്കാട്ട മണ്ണൂർ, അൽഫോൺസ് മുകളിൽ കോട്ടയം, ജസിൻ ചക്കാലിയിൽ പാല. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.